ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അത് കസ്റ്റമൈസ് ചെയ്യിച്ച കേക്ക്, അത് അവർ മേളിൽ കൂടെ ഓറിയോയും പിന്നെ കിറ്റ് കാറ്റ് ചോക്ലേറ്റുമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി കൊടുക്കാം. 1/2 kg കേക്കായത്. പിന്നെ നമുക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തേക്കാം. ഷുഗർ സിറപ്പ് സോക്ക് ചെയ്യുക. ഷുഗർ സിറപ്പ് കുറച്ച് കോഫി പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമുക്കാണെങ്കിൽ ക്രീമും കൊണ്ട് ഐസിങ് ചെയ്യാൻ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് റേഷ്യോ ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് 1:2 റേഷ്യോയിലാണ് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കേണ്ടത്. എന്ന് വെച്ചാൽ 2 കപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ 1 കപ്പ് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഇട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്യുക. 1 ടീസ്പൂൺ നമുക്ക് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയി കിട്ടും. അപ്പോൾ ഫസ്റ്റ് വെച്ച് കൊടുക്കുക. ഷുഗർ സോക്ക് ചെയ്യുക. ക്രീമും കൊണ്ട് ഐസിങ് ചെയ്ത് മേളിൽ കൂടെ എക്സ്ട്രാ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വേണേൽ ചെയ്യാനായിട്ട് എല്ലാ ലെയറും നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഇന്നലെയാണെങ്കിൽ എനിക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ, ഇവിടെ അഹമ്മദാബാദിൽ പ്ലെയിൻ ക്രാഷ് ആയത് വിവരങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ അതുകൊണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ അഹമ്മദാബാദിൽ തന്നെ താമസിക്കാൻ മനസ്സ് ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ ആകെ ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. ഇന്നലത്തെ മൊത്തം ദിവസം ആകെ ഒരു ഉഷാറില്ലാത്ത കൂട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. കേട്ടിട്ട് നമുക്ക് പേടിച്ച് ഭയങ്കര ഒരു ടെൻഷനിൽ ആൾക്കാരെ നിലവിളിയും കരച്ചിലും ബഹളമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്നലത്തെ ദിവസം എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ഒത്തിരി വീഡിയോസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആണെങ്കിൽ നമുക്കൊരു മനസ്സും കൂടെ വരണ്ടേ. ഇന്നും അങ്ങനെ മൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ വ്യൂസ് കുറഞ്ഞു പോകുമല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ആരും അധികം ഫുള്ളായിട്ട് വീഡിയോസൊന്നും കാണുമോ സപ്പോർട്ട് ചെയ്യാറുമില്ല. അപ്പോൾ നമ്മളെന്നാലും എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യും കേട്ടോ. എന്ന് വരെ എനിക്ക് ചാനലിൻ്റെ റെഡി ആയില്ലെന്നറിയാം, അന്ന് വരെ ഞാൻ ചെയ്യും. വ്യൂസ് വന്നാലും വ്യൂസ് വന്നില്ലെങ്കിലും കണ്ടിന്യൂ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതെല്ലാം ലെയർ ക്രം കോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ 3 എനിക്ക് എന്ന് വെച്ചാൽ 3 കളർ വരും. ഡാർക്ക്, ലൈറ്റ്, അതിൽ ലൈറ്റ് അങ്ങനെ. അപ്പോൾ ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് ഡാർക്ക് കളറാക്കി വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേളിലാണെങ്കിൽ ലൈറ്റ് കളറിൽ ക്രീം കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ലൈറ്റാക്കി കൊടുത്തു. മേളിൽ നമ്മൾ ലൈറ്റായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് ക്രീമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ മേളിൽ ഐസിങ് ചെയ്ത് കൊടുക്കും. ഇതെനിക്ക് എല്ലാം നമുക്ക് ഫിനിഷിങ് നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ക്രാപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡ് കൊണ്ട് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക. മേളിൽ ഒത്തിരി ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മേളിയാണെങ്കിൽ റോസറ്റ നമുക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ മേളിൽ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ഡ്രിപ്പും ചെയ്യാനുള്ളതാണ്. അപ്പോൾ റോസറ്റയുടെ ഒത്തിരി നോസിൽസൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതിലേതെങ്കിലും ഒരു നോസിൽ സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ റോസറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് ഗനാഷും കൊണ്ട് ഡ്രിപ്പ് ചെയ്തെടുക്കുക. കുറച്ച് ഓറിയോ ബിസ്ക്കറ്റും കിറ്റ് കാറ്റും പിന്നെ ചോക്ലേറ്റ് ഷോട്ട്സ് നമുക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഡെലിവറി ചെയ്യാനായിട്ട്. ചെയ്യുന്നതിന് മുന്നേ ഒരു 2-3 മണിക്കൂറത്തേക്കെങ്കിലും ഫ്രിഡ്ജ് സെറ്റ് ആവാനായിട്ട് കൊടുക്കണം. അതിന് ശേഷം കേക്ക് എപ്പോഴാണെങ്കിലും ഡെലിവറി ചെയ്യാവുള്ളൂ. അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് നല്ലതായിട്ട് സേഫായിട്ട് നമുക്ക് ഈ കേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ എപ്പോഴും അവർ വരണമെന്നില്ല. ഞാൻ ചിലപ്പോൾ ഞാൻ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ഓർഡർ ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യാറ് എപ്പോഴും പതിവ്. അപ്പോൾ നമുക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.